നല്ല ദിവസത്തിൻ്റെ പ്രഭാത സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രഭാത സമയം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായി വേർതിരിക്കാം. ഈ പകൽക്കാലം മുഴുവനും കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമുക്ക് നല്ലവനായി എപ്പോഴും കൂടെയുള്ളതോർത്ത് കർത്താവിന് സ്തുതി സ്തോത്ര ഈ യാഗങ്ങൾ അർപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവിടെ ഒരു കാര്യം മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. നാം സേവിക്കുന്ന, ആരാധിക്കുന്ന, മഹത്വവും പുകഴ്ചയും കൊടുക്കുന്ന കർത്താവിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് സർവശക്തിയുള്ള ദൈവം എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് സർവശക്തനാണ്. കർത്താവിനെ പോലെ സർവശക്തനായ ഒരുവൻ വേറെയില്ല. നമ്മളിൽ ശക്തി ഉണ്ടെങ്കിലും ആ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന്, സർവശക്തനായ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തിയാണ്. അങ്ങനെ നമ്മൾ ശക്തന്മാരായി തീർന്നു. എന്നാൽ കർത്താവ് സർവശക്തൻ, സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ. അവനെപ്പോലെ ശക്തനായ ഒരു ദൈവം വേറെയില്ല. സകലത്തെയും തൻ്റെ ശക്തിയാൽ നിർമ്മിച്ചവനായ ദൈവം. ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും ആകാശത്തെയും, ആകാശമണ്ഡലങ്ങളിൽ പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും കോടിക്കണക്കിന് നക്ഷത്ര ഗോളങ്ങളെയും തൻ്റെ വാക്കിനാ ഉളവാക്കി. കാരണം ദൈവം സർവശക്തനത്രേ. ഭൂമിയിൽ ചലിക്കുന്ന നാൽക്കാലികൾ, ഇരുകാലികൾ, ഇഴജാതികൾ, ആകാശത്തിൽ പറക്കുന്ന പർവ്വജാതികൾ, സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന സകല ജീവജാലകങ്ങളെ തൻ്റെ ശക്തിയാൽ, തൻ്റെ വാക്കിൻ്റെ ശക്തിയാൽ ഉളവാക്കിയ, സൃഷ്ടിച്ച ദൈവം സർവശക്തനായ ദൈവമത്രേ. ആ സർവശക്തനായ ദൈവം തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ബലഹീനരായിത്തീരുമ്പോഴും നമ്മളിലേക്ക് പകരപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. അത് ഈ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ പകർന്ന് തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പകൽക്കാലം സകലത്തിൻ്റെ ഉടയവനും ഉടമസ്ഥനും സൃഷ്ടികർത്താവുമായിരിക്കുന്ന ഈ സർവശക്തനായ ദൈവത്തെ ആരാധിച്ച്, സേവിച്ച്, നമസ്കരിച്ച് മുന്നേറുക. കർത്താവേ, അങ്ങനെക്ക് കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.